നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് സിംപ്ലെക്സ് മെത്തേഡാണ്. ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിലെ സിംപ്ലെക്സ് മെത്തേഡാണത്. അത് നമുക്ക് ഗ്രാഫിക്കൽ മെത്തേഡും ഉണ്ട്, സിംപ്ലെക്സ് മെത്തേഡും ഉണ്ട്. അതിൽ സിംപ്ലെക്സ് മെത്തേഡാണ് പറയാൻ പോകുന്നത് കേട്ടോ. ഇപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ട്. മാക്സിമൈസ് z is equal to 7x1 plus 5x2 subject to constraint x1 plus 2x2 less than or equal to 6, 4x1 plus 3x2 less than or equal to 12, x1 x2 greater than or equal to 0. സിംപ്ലെക്സ് മെത്തേഡിൽ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെസ് ദാനും ഗ്രേറ്റർ ദാൻ അങ്ങനെയുള്ള സിമ്പിളുകൾ കളയുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു വേരിയബിളിനെ നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ x1 പ്ലസ് 2x2 പ്ലസ് s1 എന്ന് പറയുന്ന പുതിയൊരു വേരിയബിൾ വരികയാണ്. അപ്പോൾ നമ്മളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കളഞ്ഞിട്ട് ഈക്വൽ ടു 6 ആക്കി. രണ്ടാമത്തതിൽ 4x1 പ്ലസ് 3x2 പ്ലസ് s2 എന്ന് പറയുന്ന പുതിയൊരു വേരിയബിൾ കൊണ്ടുവന്നു ഇസ് ഈക്വൽ ടു 12. ഇങ്ങനെ നമ്മൾ ആ ഇക്വേഷനെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്മൾ കളഞ്ഞ് ഈക്വൽ ടു ആക്കി പുതിയ രണ്ട് വേരിയബിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, s1ഉം s2. ഓക്കെ, ഇനി നമ്മളിതിനെ ഇപ്പം നമ്മുടെ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ z is equal to 7x1 പ്ലസ് 5x2 പുതിയ രണ്ട് വേരിയബിൾ വന്നില്ലേ, പക്ഷെ അതിന് നമുക്ക് കോഎഫിഷ്യൻസ് ഇല്ല, അതുകൊണ്ട് 0 0 കൊടുത്തു. 0s1 പ്ലസ് 0s2 സബ്ജക്റ്റ് ടു കൺസ്ട്രെയിൻ x1 പ്ലസ് 2x2 പ്ലസ് s2 ഉണ്ടായിരുന്നില്ലല്ലോ ഫസ്റ്റ് ഇക്വേഷനിൽ, നമുക്ക് s2 ഇല്ലല്ലോ, അപ്പോൾ 0s2 ഇസ് ഈക്വൽ ടു 6. രണ്ടാമത്തതിൽ 4x1 പ്ലസ് 3x2 പ്ലസ് s1 ഇല്ലല്ലോ ആ ഇക്വേഷനിൽ, അപ്പോൾ 0s1 പ്ലസ് s2 ഇസ് ഈക്വൽ ടു 12. അപ്പോൾ ഇവിടെ s2 ഇല്ല, ഇവിടെ s1ഉം ഇല്ല, പക്ഷെ നമുക്കത് കാണിക്കണം എന്നുള്ളതുകൊണ്ട് 0 0 കൊടുത്തിട്ട് 0s2 ഇവിടെ കൊടുത്തു, ഇവിടെ 0s1 കൊടുത്തു, ഇസ് ഈക്വൽ ടു 12. അപ്പോൾ ഇങ്ങനെയാണ് പുതിയൊരു വേരിയബിൾ ആഡ് ചെയ്തപ്പോൾ വന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിതിനെ ഇങ്ങനൊരു ബോക്സിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഈ ബോക്സ് ഈ ഫോർമാറ്റ് അങ്ങനെ തന്നെ പഠിക്കണം. ബി സി ബി എക്സ് ബി x1 x2 s1 s2 ഇവിടെ തീറ്റ എന്ന് പറയുന്നത് xb ഡിവൈഡഡ് ബൈ x1 ആണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫോർമാറ്റ്. സിംപ്ലെക്സ് ടേബിൾ എന്നാണ് ഇതിനെ പറയുന്നത്. ബി സി ബി എക്സ് ബി x1 x2 s1 s2. ഇപ്പം നമുക്ക് x3 എന്നൊക്കെ പറഞ്ഞ് മൂന്നാമതൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ x3 വന്നേനെ, അപ്പം ഇവിടെ s3യും കൂടെ വന്നേനെ. ഇപ്പം നമുക്ക് രണ്ട് ഇക്വേഷൻ ഉള്ളതുകൊണ്ട് x1 x2 മാത്രമേ ഉള്ളൂ. അപ്പോൾ പുതിയ വേരിയബിൾസ് s1ഉം s2. അപ്പം നമ്മളിതിന് ടേബിളിന് നമ്പേഴ്സ് ഇട്ടു. 1 2 3 4 5 6 7. ലാസ്റ്റ് കോളം 8th കോളം എന്ന് പറയുന്നത് തീറ്റയാണ്. എക്സ് ബി എന്ന് പറയുന്ന കോളം ഏതാ? തേർഡ് കോളം. ഡിവൈഡഡ് ബൈ x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4th കോളം. 3 ഡിവൈഡഡ് ബൈ 4 ആണ് ലാസ്റ്റ്. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുകയാണ്. നമുക്ക് പുതിയ വേരിയബിൾസിലെ s1 s2 അതിനെയാണ് നമ്മളിവിടെ ബിയുടെ അവിടെ ഇടുന്നത്, s1 s2. ഇനി സി ബി എന്ന് പറയുന്നത് അതിൻ്റെ ഇസഡിലുള്ള s1ൻ്റെയും s2ൻ്റെയും കോഎഫിഷ്യൻസ് ആണ് ഈ ബിയിൽ വരുന്നത്, സി ബിയിൽ വരുന്നത്. അപ്പോൾ ഈ ഇസഡിൽ s1നും s2നും 0 ആണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു? സി ബി ആയിട്ട് 0 0 കൊടുത്തു. ഓക്കെ, ദെൻ എക്സ് ബി എന്ന് പറയുന്നത് ഈ കൺസ്ട്രെയിൻസിൽ വരുന്ന ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് വരുന്ന നമ്പേഴ്സിലെ 6ഉം 12ഉം അതാണ് എക്സ് ബിയുടെ കോളം. ഓക്കെ, ദെൻ x1 എന്ന് പറയുന്നത് ഫസ്റ്റ് ഇക്വേഷനിലെ 1 അതാണ് ഇവിടെ. x1 താഴെ വരുമ്പോൾ 4 സെക്കൻഡ് ഇക്വേഷനിലെ വേരിയബിൾ കോഎഫിഷ്യൻറ്റ്. ദെൻ x2 എന്ന് പറയുന്നത് ഫസ്റ്റ് ഇക്വേഷനിലെ x2ൻ്റെ കോഎഫിഷ്യൻറ്റ് 2. ദെൻ 3 എന്ന് പറയുന്നത് സെക്കൻഡ് ഇക്വേഷനിലെ x2ൻ്റെ കോഎഫിഷ്യൻറ്റ് 3. s1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇക്വേഷനിൽ മാത്രമേ s1 ഉള്ളൂ, അപ്പോൾ ഞാൻ അതിന് 1. s2 ഇല്ല, ഫസ്റ്റ് ഇക്വേഷനിൽ s2 ഇല്ല, അതുകൊണ്ട് 0. സെക്കൻഡ് ഇക്വേഷനിൽ s1 ഇല്ല, സോ അവിടെ 0. s2 എന്ന് പറയുന്നത് 1. ഓക്കെ, നെക്സ്റ്റ് താഴെ എന്ത് ചെയ്തു? ZJ എന്ന് പറയുന്നത് നമ്മൾ സി ബിയുടെ കോളവും ഈ ഓരോ കോളംസും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ZJ എന്ന് പറയുന്നത്. അപ്പോൾ സി ബി എന്ന് പറയുന്നത് ഇവിടെ 0 ആണ്. അപ്പോൾ 0 × 6 പ്ലസ് 0 × 12. 0 × 6 0, 0 × 12 0, 0 പ്ലസ് 0 0. അപ്പോൾ അതാണ് നമുക്കിവിടെ താഴേക്ക് എഴുതുന്നത്. അപ്പോൾ 0 × 1 പ്ലസ് 0 × 4 0.
0 into 2 plus 0 into 3, 0. 0 into 1 plus 0 into 0, 0. 0 into 0 plus 0 into 1, 0. അപ്പോൾ എല്ലാ ZJ ഫസ്റ്റത്തെ എപ്പോഴും അങ്ങനെ ആയിരിക്കും. Z is equal to ZJ is equal to 0 എന്നുള്ളതായിരിക്കും ഈ റോ ഫില്ലാവുന്നത്. CJ എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ ഇക്വേഷൻ ഉണ്ടല്ലേ, സെഡിൻ്റെ ഇക്വേഷൻ, അതിലെ കോഎഫിഷ്യൻസ് ആണ് ഈ CJയിൽ വരുന്നത്. 7, 5, 0, 0, 7, 5, 0, 0. ഇത് തമ്മിൽ മൈനസ് ചെയ്യുന്നതിനെയാണ് ഡെൽറ്റ ജെ എന്ന് പറയുന്നത്. ZJ മൈനസ് CJ. അപ്പോൾ 0 മൈനസ് 7 മൈനസ് 7, 0 മൈനസ് 5 മൈനസ് 5, 0 മൈനസ് 0 0, 0 മൈനസ് 0 0. ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൽറ്റ ജെ എന്ന് പറയുന്നത് നെഗറ്റീവ് വാല്യൂസ് വന്നിട്ടുണ്ട്. ശരിക്കും നെഗറ്റീവ് വാല്യൂസ് വരാൻ പാടില്ല. നെഗറ്റീവ് വാല്യൂസ് വന്നില്ലെങ്കിൽ എല്ലാം പോസിറ്റീവ് ആണെങ്കിൽ ഇത് ഒപ്റ്റിമൽ സൊല്യൂഷൻ ആണ്, നമുക്ക് ആൻസർ കിട്ടും. പക്ഷേ ഇപ്പോൾ ഇവിടെ നെഗറ്റീവ് വാല്യൂസ് വന്ന സ്ഥിതിക്ക് ഇത് ഒപ്റ്റിമൽ സൊല്യൂഷൻ അല്ല. അപ്പം നമുക്കിതിനെ ഒപ്റ്റിമൽ ആക്കണം. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ നെഗറ്റീവിലെ ഏറ്റവും ഹയസ്റ്റ് നെഗറ്റീവ് 7 ആണ്. അപ്പോൾ ഇതിനെ മാർക്ക് ചെയ്ത് വെക്കുക. ഇങ്ങനെ ഒരു ആരോ മാർക്കിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് തീറ്റ എന്ന് പറയുന്ന 8th കോളം തീറ്റ ഫില്ല് ചെയ്യാം. XB ഡിവൈഡഡ് ബൈ X1, 6 ഡിവൈഡഡ് ബൈ 1 6ഉം 12 ഡിവൈഡഡ് ബൈ 4 3ഉം. ഓക്കെ, ഇതിലെ ലോവസ്റ്റ് വാല്യൂ, ഇവിടെ ഹയസ്റ്റ് നെഗറ്റീവ് വാല്യൂ, ഇവിടെ ലോവസ്റ്റ് വാല്യൂ, അതിനെ മാർക്ക് ചെയ്ത് വയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതും ഈ റോയും ഈ കോളവും കൂടെ കൂട്ടിമുട്ടുന്ന സ്ഥലമാണ് 4 എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4നെ നമ്മൾ മാർക്ക് ചെയ്തു. ഇതിൻ്റെ പേരാണ് കീ എലമെൻറ്റ്. ഓക്കെ, ഈ 4നെ നമ്മൾ മാർക്ക് ചെയ്തു. ഇത് ലോവസ്റ്റ് എലമെൻ്റ് ആയതുകൊണ്ട് ഈ റോയും ഇതിലെ ഹയസ്റ്റ് നെഗറ്റീവ് ആയതുകൊണ്ട് ഇതും മാർക്ക് ചെയ്തു. അത് ജോയിൻ ചെയ്യുന്ന സ്ഥലത്തിനെ മാർക്ക് ചെയ്തു. അതിൻ്റെ പേര് 4 എന്ന് പറയുന്നത് കീ എലമെൻറ്റ്. ഓക്കെ, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇനി ഒപ്റ്റിമൽ സൊല്യൂഷനിലേക്ക് കടക്കുകയാണ്. ഈ ബോക്സ് തന്നെ ഒന്നും കൂടെ എടുത്ത് വരച്ചു. ഒരു വ്യത്യാസവുമില്ല. B, CB, XB, X1, X2, S1, S2, തീറ്റ ഇങ്ങനെ കോളമായിട്ട് വരച്ചു. ഇനി ഇവിടെ S1 അങ്ങനെ തന്നെ. ഇവിടെ എന്ത് സംഭവിച്ചു? ഈ നമ്മളിങ്ങോട്ട് മാർക്ക് ചെയ്ത് വെച്ചില്ലേ, മാർക്ക് ചെയ്ത് വെച്ച് ഈ റോ ഏതാ? S2. ഈ S2 പോയി. ഓക്കെ, ഇതിനെ നമ്മൾ ഇങ്ങോട്ട് ആരോ മാർക്ക് ഇടുമ്പോൾ ഇതിങ്ങനെ തള്ളിപ്പോയി എന്നാണ്. ഈ X2 എന്ന് പറയുന്ന കോളം ഇനിയില്ല. പകരം പുതിയത് വന്നത് ഏതാ? ഇൻകമിങ് എന്ന് പറയുന്നത് X1 കയറി വരുന്നു. ഇത് മുകളിലേക്ക് ഉള്ള ആരോ മാർക്ക് ഇടുമ്പോൾ ഇതാണ് ഇനി പുതിയത് വരാൻ പോകുന്നത്. ഇത് ഔട്ട് ഗോയിങ് ആണ്, ഇത് ഇൻകമിങ് ആയിട്ടുള്ള വേരിയബിൾ ആണ്. അപ്പോൾ പുതിയതിൽ നമ്മൾ S1 അങ്ങനെ തന്നെ, X1 പുതിയത്, ഈ മാർക്ക് ചെയ്ത പുതിയ കോളം ഇവിടേക്ക് കയറി വരുന്നു. ഈ പുതിയ എലമെൻറ്റ് ബിയുടെ അവിടെ S1ഉം X1 ആയി മാറി. ഓക്കെ, ഇനി S1 എന്ന് പറയുന്ന CB എന്ന് പറയുന്നത് S1ൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് 0. ഓക്കെ, X1ൻ്റെ കോഎഫിഷ്യൻ്റ് 7 ആണ്. അപ്പോൾ CBയുടെ കോളം എന്ന് പറയുന്നത് 7 ആണ്. ഇവിടെ നമ്മൾ S1നും S2നും 0 ആയിരുന്നു കോഎഫിഷ്യൻസ്. അപ്പോൾ നമ്മൾ ഈ CBയുടെ കോളം എന്ത് ചെയ്തു? 0 0 കൊടുത്തു. ഇവിടെ പുതിയ എലമെൻ്റാണ്, X ആണ്. Xൻ്റെ കോഎഫിഷ്യൻ്റ് Zൻ്റെ ഇതിൽ എന്താ? 7 ആണ്. അപ്പോൾ 7 മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ഈ റോ, അതായത് X1ൻ്റെ റോയാണ് നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കോളം ഉണ്ടല്ലോ, ഈ മാർക്ക് ചെയ്തിരിക്കുന്ന 4, ഈ 4 കൊണ്ട് എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കീ എലമെൻറ്റ് ഈ 4 മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 4 കൊണ്ട് നമ്മൾ എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ 12 ഡിവൈഡഡ് ബൈ 4 3, കണ്ടോ? ഇനി 4 ഡിവൈഡഡ് ബൈ 4 1, 3 ഡിവൈഡഡ് ബൈ 4 3/4, 0 ഡിവൈഡഡ് ബൈ 4 0, 1 ഡിവൈഡഡ് ബൈ 4 1/4. അങ്ങനെ നമ്മൾ ഈ റോ X1ൻ്റെ റോ ഫില്ല് ചെയ്തു. ഓക്കെ, എന്താ ചെയ്തത്? കീ എലമെൻറ്റ് കൊണ്ട് എല്ലാത്തിനും S2നെ ഫുള്ള് നമ്മൾ ഡിവൈഡ് ചെയ്തു. അപ്പോൾ 12 ഡിവൈഡഡ് ബൈ 4, 4 ഡിവൈഡഡ് ബൈ 4, 3 ഡിവൈഡഡ് ബൈ 4, 0 ഡിവൈഡഡ് ബൈ 4, 1 ഡിവൈഡഡ് ബൈ 4. അപ്പോൾ എന്ത് കിട്ടി? 12 ഡിവൈഡഡ് ബൈ 4 3 കിട്ടി, 4 ഡിവൈഡഡ് ബൈ 4 1 കിട്ടി,
ദെൻ 3 ഡിവൈഡഡ് ബൈ 4 3/4 കിട്ടി. 0 ഡിവൈഡഡ് ബൈ 4 0 കിട്ടി. 1 ഡിവൈഡഡ് ബൈ 4 1/4 കിട്ടി. ഓക്കെ, അങ്ങനെ x1ൻ്റെ കോളം ഫില്ല് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ S1ൻ്റെ കോളം ആണ് ഫില്ല് ചെയ്യാൻ പോകുന്നത്. ഈ 0യും 7ഉം ഓൾറെഡി ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് കോഎഫിഷ്യൻസ് ആണ്. ഇതിൻ്റെ 0യും ഇതിൻ്റെ 7ഉം അത് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതാണ് നമ്മളിപ്പോൾ ഫില്ല് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ നമ്പർ എന്ന് പറയുന്നത് നമ്മൾ 1 കിട്ടിയില്ലേ, നമ്മൾ ഇവിടെ കാണുന്ന നമ്പേഴ്സിൻ്റെ നെഗറ്റീവ് എടുത്തിട്ട് അത് നമ്മൾ ഇതിൻ്റെ കൂടെ ഈ റോയിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ പുതിയത് കിട്ടിയ റോയിനെ അതിൻ്റെ നെഗറ്റീവ് എടുത്ത് നമ്മൾ പഴയ റോയിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ 3ൻ്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ -3 ആണ്. അപ്പോൾ 6 + -3 3, 1 + -1 0, 2 + -3/4 5/4, 1 + -0 1, 0 + -1/4 -1/4. ഇങ്ങനെ പുതിയ റോ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ZJ എന്ന് പറയുന്നത് നമ്മൾ എന്താ ചെയ്തത്, ഈ CBയുടെ കോളവും അതുപോലെ തന്നെ ഓരോ ഇതുമായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 0 × 0 + 7 × 1 7, 0 × 5/4 + 7 × 3/4 21/4, 0 × 1 + 7 × 0 0, 0 × -1/4 + 7 × 1/4 7/4. ഓക്കെ, CJ എന്ന് പറയുന്നത് കോമൺ ആണ്, 7 5 0 0, അതാണ് CJ എന്ന് പറയുന്നത്. ഡെൽറ്റ J എന്ന് പറയുന്നത് ZJ - CJ. അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ 7 - 7 0, 21/4 -5 1/4, 0 - 0 0, 7/4 - 0 7/4. ഇപ്പോൾ നോക്കൂ, ഡെൽറ്റ J എന്ന് പറയുന്നത് എല്ലാം പോസിറ്റീവ് വാല്യൂസ് ആണ്. അങ്ങനെ വരുന്ന സ്ഥിതിക്ക് നമ്മുടെ സൊല്യൂഷൻ ഒപ്റ്റിമലാണ്. പിന്നെ നമുക്ക് തീറ്റ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. തീറ്റ നമ്മൾ ആക്ച്വലി കണ്ടുപിടിച്ചത് എന്തിനാണ്, ഇവിടെ നെഗറ്റീവ് വാല്യൂ വന്നു, അപ്പോൾ ഇത് പുറത്തേക്ക് പോകുന്നു, ഇത് പുതിയതായിട്ട് വരേണ്ടതാണ്. അപ്പോൾ പുറത്തേക്ക് പോകുന്നത് ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ തീറ്റ വാല്യൂ കണ്ടുപിടിച്ചത്. ഇപ്പോൾ ഓൾറെഡി നമുക്കിവിടെ കണ്ടു ഡെൽറ്റ വാല്യൂ എന്ന് പറയുന്നത് എല്ലാം പോസിറ്റീവാണ്. അപ്പോൾ ഇനി അവിടെ വെച്ചിട്ട് ആൻസർ തീരുകയാണ്. ഇനി നമുക്ക് പുതിയത് ചെയ്യേണ്ട ആവശ്യമില്ല. സോ നോ ഡെൽറ്റ J ഇസ് നെഗറ്റീവ്, സോ സൊല്യൂഷൻ ഇസ് ഒപ്റ്റിമൽ. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എന്താ, നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഈ പുതിയ കോളത്തിൽ ഇവിടെ വന്നിരിക്കുന്ന രണ്ട് നമ്പേഴ്സ് S1ഉം X1ഉം അതിൻ്റെ വാല്യൂസ്, അതിൻ്റെ ഈ XB വാല്യൂസ് ആണ് നമ്മുടെ സൊല്യൂഷനിലേക്ക് എത്തുന്നത്. അപ്പോൾ S1 എന്ന് പറയുന്നത് 3ഉം X1 എന്ന് പറയുന്നത് 3ഉം. ഓക്കെ, പക്ഷെ നമുക്ക് ആക്ച്വലി ക്വസ്റ്റ്യനിൽ S1 ഒന്നും ഇല്ലല്ലോ. ക്വസ്റ്റ്യനിൽ X1ഉം X2 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ പുതിയതായിട്ട് ആഡ് ചെയ്തതാണല്ലോ ഈ S1 S2നെയൊക്കെ. അപ്പം നമുക്ക് S1ഉം S2 ഒന്നും ആൻസറിൽ വന്നാൽ പോലും നമുക്കത് എടുക്കേണ്ട ആവശ്യമില്ല. മെയിൻ ക്വസ്റ്റ്യനിൽ X1ഉം X2 മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് X1ന് 3 എന്ന് കിട്ടി. സോ X1 = 3 എന്നും X2 ഉണ്ടായിരുന്നില്ലല്ലോ, ഈ ടേബിളിൽ X2 ഉണ്ടായിരുന്നില്ലല്ലോ. സോ X2 = 0. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇതാണ്, X1 = 3 ആൻഡ് X2 = 0. ഇതാണ് നമ്മുടെ ആൻസർ. ഏത് വാല്യൂ നമ്മൾ എടുത്തത്, XBയുടെ വാല്യൂ ആണ് എടുത്തത്. എല്ലാം പോസിറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ XBയുടെ വാല്യൂ ആണ് എടുക്കേണ്ടത്. S1 3, X1 3. S1 നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, കാരണം ക്വസ്റ്റ്യനിൽ ഇല്ലാത്തൊരു ഇതാണ് S1 എന്ന് പറയുന്നത്. സോ അതിനെ നമ്മൾ കൺസിഡർ ചെയ്യാത്തതുകൊണ്ട് X1ൻ്റെ 3 മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. X2 ഇതിൽ ഈ ടേബിളിൽ വരാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, X2ന് 0 കൊടുത്തു. ഇതാണ് സൊല്യൂഷൻ ഓഫ് സിംപ്ലക്സ് മെത്തേഡ്.